ഞങ്ങളൊരു എഫക്സിൻ്റെ റീലാണ്. അത്യാവശ്യം കാലപ്പഴക്കമൊക്കെ ഉള്ളതാണ്. ഇതിന് കറങ്ങുമ്പോൾ ഒരു കിരികിരി സൗണ്ടും കറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഉള്ളി ഗ്രീസ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് നമ്മൾ തോന്നണം. നമ്മളൊന്ന് അഴിച്ചു നോക്കാൻ പോവുകയാണ് എന്താണ് സംഭവം എന്നുള്ളത്. ഈ മുകളിൽ കാണുന്ന നോബ് ആദ്യം നമ്മൾ ഫുള്ള് ലൂസ് ചെയ്ത് ട്രാഗ് ടൈറ്റ് ചെയ്യുന്നത് ഫുള്ള് ലൂസ് ചെയ്ത് അഴുതി എടുക്കണം. നമുക്ക് ഇതിൻ്റെ മേളത്തുള്ള സ്പൂണ് മേലോട്ട് ഊരിപ്പോകും. ഇതാണ് സ്പൂൺ. അത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പോകാതെ തന്നെ നമ്മൾ ഊരിയെടുക്കണം. ഇതാണ് നമ്മുടെ ട്രാഗ് കൺട്രോൾ ചെയ്യുന്ന വാഷറും കാര്യങ്ങളൊക്കെ. നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് പ്ലേറ്റ് പോലെ തന്നെ ഇത് വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത്. ഇതാണ് ആ വാഷർ. ഇതാണ് നമ്മുടെ ട്രാഗ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഈ 4 സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ ഇത് മേലോട്ട് ഊരിപ്പോരുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ബെയറിങ്ങും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളാണ് നമ്മൾ അഴിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഇതാണ് അതിൻ്റെ ഗിയർ സിസ്റ്റങ്ങളും എല്ലാം വരുന്നത്. ഇതാണ് ബെയറിങ്. ഇതിൻ്റെ ഈ സൈഡിലെടുത്ത ബെയറിങ്ങിന് തേയ്മാനം വരുമ്പോഴാണ് കൂടുതലും ഇതിന് കറങ്ങാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഗ്രീസ് ചെയ്യേണ്ടത്. ഈ ബെയറിങ് മാറിക്കൊടുത്താൽ നമുക്ക് ഇത്രയും സ്പീഡിൽ കറങ്ങും. എഫക്സിന് പൊതുവെ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രമേ ബെയറിങ് ഉള്ളൂ, മറ്റേ സൈഡ് ഒരു റബ്ബർ വാഷറാണ്. നമ്മളിപ്പോൾ വാങ്ങിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ തന്നെ രണ്ടാമത്തെ വാഷർ റബ്ബർ വാഷർ മാറ്റിക്കൊണ്ട് നമ്മൾ മെറ്റൽ ബെയറിങ് വാങ്ങിച്ചിട്ടുണ്ടാകും. ഒരു 130 റേഞ്ചിലൊക്കെ നമുക്കത് വാങ്ങിച്ചിടാം. സാധാരണ ഈ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യാൻ നേരത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇതിങ്ങനെ വരുന്നത്. ഞങ്ങൾ റൈറ്റ് ഹാൻഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി. എന്നാലും അത്യാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൊരു റീലാണ്. ഒരുപാട് വീനൊക്കെ പിടിച്ചിട്ടുള്ളതാണ്. കൊടുക്കുന്ന പൈസക്ക് ഒരു ഏറ്റവും നല്ല മുതലെന്ന് പറയുന്നത് ഈ FX 4000 ആണ് ഷിമാനോടെ. പിന്നെപ്പോഴും റീൽ ആ റേഞ്ചിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഇതിനകത്ത് ഗിയർ സിസ്റ്റമൊക്കെ നമ്മുടെ അത്യാവശ്യം പ്രീമിയം റീൽസിൻ്റെ പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെയാണ് ഉള്ളിൽ വരുന്നത്. ഞങ്ങൾ അത്യാവശ്യം ഇതിൽ കാളാഞ്ചീനയും തെരണ്ടീനൊക്കെ പിടിച്ച് കയറ്റിയിട്ടുള്ള റീലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി. ഉപ്പ് വെള്ളത്തിലും ഇതിലൊക്കെ യൂസ് ചെയ്യണത്. ഇവിടുത്തെ ഈ ബാക്കിൽ കാണുന്ന ഈ ലോക്ക് എപ്പോഴും ഒടിഞ്ഞു പോകും. നമ്മൾ ഒരു കഴിയാൻ നേരത്ത് ഈ കാണുന്ന ലോക്ക് എപ്പോഴും ഒടിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഇതിന് വേറെ ഒരു പേപ്പർ കഷ്ണം എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇത് ഫുൾ അഴിച്ച് ഗ്രീസൊക്കെ ചെയ്ത് രണ്ടാമത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഴിക്കുന്ന വീഡിയോ നമുക്ക് കിട്ടിയില്ല, ആളില്ലായിരുന്നു വീഡിയോ എടുക്കാൻ. അതുകൊണ്ട് നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ. നമുക്ക് തന്നെ അഴിച്ച് റെഡിയാക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതിനകത്തല്ല. പക്ഷെ ഓരോ സാധനങ്ങൾ പോവാതെ ശ്രദ്ധിച്ച് വേണം. ഇവിടെ ഈ ലോക്കാണ് പ്രാധാന്യം. ഈ ലോക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഈ റീല് 2 സൈഡിലോട്ടും കറങ്ങും. ഈ ലോക്ക് വർക്ക് ചെയ്യത്തില്ല. നമ്മുടെ റിവേഴ്സും കറങ്ങും, ഫ്രണ്ടിലോട്ടും കറങ്ങും. അതുകൊണ്ട് ഈ സാധനം ഇടുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിടണം. ഞങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഒരുപാട് ആലോചിച്ചിട്ടാണ് അത് കിട്ടിയത്, കൃത്യമായിട്ട് എങ്ങനെയാണ് അത് വരുന്നതെന്നുള്ളത്. സ്ക്രൂ അത്യാവശ്യം ഓവറായിട്ട് ടൈറ്റ് ചെയ്തൊക്കെ നോക്കിയാൽ മതി, പിരിയൊന്നും വെട്ടിപ്പോവാതെ. എല്ലാം പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പിരി പോകും. ഇതിപ്പോൾ ഞങ്ങൾക്ക് 2 സൈഡിലോട്ടും കറങ്ങി, റിട്ടേണും കറങ്ങി ഒരു അവസ്ഥ വന്നായിരുന്നു. റിവേഴ്സും കറങ്ങി. ആ ലോക്ക് കറക്റ്റായിട്ട് വീഴാഞ്ഞുകൊണ്ടാണ് അത് തന്നെ. ഇത് നമ്മൾ രണ്ടാമത് ഒന്നുകൂടി അഴിക്കേണ്ടി വന്നു. കഴിച്ചാൽ ലോക്ക് തിരിച്ചിടും. ഇപ്പം ഈ വാഷർ പോലിരിക്കുന്ന ഈ സാധനമാണ് നമ്മൾ അഴിച്ച് തിരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വെട്ടുപാട് താഴത്ത് വരുന്ന വിധത്തിൽ നമ്മളിട്ടാൽ അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. ഗ്രീസൊക്കെ ഇടുമ്പോൾ നല്ല ഗ്രീസ് തന്നെ ഇടണം, കൂടിയ ഗ്രീസ് തന്നെ. കുറഞ്ഞ ഗ്രീസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും കംപ്ലൈൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. വളരെ ചെറിയ സാധനങ്ങളായിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ ഒന്നും മിസ്സാവാതെ വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഈ സ്ക്രൂ റിട്ടേൺ കറങ്ങി വരാതിരിക്കാൻ വേണ്ടി നമുക്കിവിടെ ഒരു അഡീഷണൽ സേഫ്റ്റി സ്ക്രൂ കൂടി ഉണ്ട്. അധികം ഓവർ ടൈറ്റ് ആയ ഇതിൻ്റെ പിരിയും പെട്ടെന്ന് പോകും. കാര്യം എന്ന് പറഞ്ഞാൽ
മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡിലിൻ്റെ അവിടെ വരുന്ന ഒരു സൈഡിൽ ബെയറിംഗ് ഉണ്ടാകത്തുള്ളൂ, മറ്റേ സൈഡിൽ റബ്ബർ വാഷർ ആയതുകൊണ്ടാണ് പെട്ടെന്ന് തേയ്മാനം സംഭവിച്ച് 2 ബെയറിങ്ങും പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിച്ച് കഴിയുമ്പോൾ 2 സൈഡിലും ബെയറിംഗ് ഇടിയാണെങ്കിൽ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ സെയിം ബെയറിങ്. അതൊരെണ്ണം വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ 2 സൈഡും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ നല്ല സ്മൂത്തും ആയിരിക്കും റീൽ. റീസെറ്റ് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഗ്രീസൊക്കെ ഇട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ലാസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ 1-2 വർഷം പഴക്കമുള്ള ഒരു റീലാണ്. എഫക്ട്സ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്ര നാൾ ലാസ്റ്റ് ചെയ്തതും. നേരത്തെ പോലെയല്ല, അത്യാവശ്യം 2ാമത് യൂസ് ചെയ്യുമ്പോൾ അറിയാം സൗണ്ടൊന്നുമില്ല. ഇപ്പോൾ അധികം സൗണ്ടൊന്നുമില്ല. നേരത്തെ ഒരുപാട് പാടായിരുന്നു, കറക്കാനൊക്കെ ആയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എല്ലാം ഗ്രീസൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരുന്ന് ഈ വാഷറൊക്കെ എപ്പോഴും കറക്റ്റായിട്ട് തന്നെ ഇടണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രൈഡ് ചുറ്റുമ്പോൾ പ്രശ്നം ഉണ്ടാവും. ബ്രൈഡിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ ഇവിടെ വരുന്ന ഈ വാഷറൊക്കെയാണ്. ഇവിടെ വാഷറാണ് നമുക്ക് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ബ്രൈഡ് ഇപ്പോൾ പുറത്തോട്ടൊക്കെ ചുറ്റി പോകണമെന്നുണ്ടെങ്കിൽ അകത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. സ്പൂണുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് ഈ വാഷറിനകത്ത് വരുന്നതൊക്കെ. ട്രാഗൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു വാഷറും കാര്യങ്ങളൊക്കെയാണ്. ഈ സ്പോട്ടിലൊന്നും ഒരുപാട് ഗ്രീസ് ഇടാതെ നമ്മൾ നോക്കണം. ഗ്രീസ് ഇട്ട് കഴിഞ്ഞാൽ ഇത് തെന്നി നമുക്ക് ട്രാഗ് കൂടി പോവും. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലിപ്പാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗ്രീസൊക്കെ ഇടുമ്പോൾ നോക്കി വേണം. അധികം ഗ്രീസൊന്നും യൂസ് ചെയ്യാൻ പാടില്ല ഈ സ്പോട്ടിൽ. ബാക്കി ഉള്ളിലൊക്കെ നമുക്ക് ഗ്രീസൊക്കെ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഈ സ്ഥലങ്ങളിൽ ഗ്രീസൊക്കെ ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാഗൊന്നും കിട്ടത്തില്ല, സ്ലിപ്പായി പോവും. നമുക്ക് വീട്ടിൽ തന്നെ അത്യാവശ്യം തന്നെ അഴിച്ച് മാറാവുന്ന സാധനങ്ങളൊക്കെ ഉള്ളത് ഇതിനകത്ത് കൂടുതലും. സ്ക്രൂ ഡ്രൈവറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ സ്പെഷ്യൽ ടൂളൊന്നും വേണ്ട ആവശ്യമില്ല. സ്ക്രൂ ഡ്രൈവറൊക്കെ മതി ഇതഴിച്ച് പണിയാനായിട്ട്. നമ്മൾ വെറുതെ കടയിലൊക്കെ കൊണ്ട് റെഡിയാക്കാൻ കൊടുക്കുമ്പോൾ ഒരുപാട് പൈസയൊക്കെ മേടിക്കും. നമുക്ക് തന്നെ സർവീസ് ചെയ്യാവുന്ന കേസുകൾ ഇതൊക്കെ. ഇപ്പോൾ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. കറക്കിയിട്ട് വലിയ സൗണ്ടും കാര്യങ്ങളൊന്നും, സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നു. വലിയ സൗണ്ടൊന്നും ഇല്ല, നേരത്തെ പോലെ ടൈറ്റായിട്ടൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.